നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ പായസമായിട്ടാണ്. മാമ്പഴ പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു വലിയൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ആദ്യം തന്നെ കാഷ്യൂ നട്ട്സും അതേപോലെ റൈസിൻസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കാഷ്യൂ നട്ട്സ് നന്നായിട്ട് റോസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് റൈസൻസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതേ നെയ്യിൽ തന്നെ കുറച്ച് അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒരു 3 to 5 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പായസത്തിന് മാമ്പഴ പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനും കൂടി വേണ്ടിയിട്ട് അവിലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അവിൽ ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പരുവത്തിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് 1-1.5 സ്പൂൺ നെയ്യ് കേട്ടോ അതൊഴിച്ചിട്ട് ഇനി മാമ്പഴമാണ് നമ്മളിതിൽ വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പഴുത്ത മാമ്പഴം തന്നെ എടുക്കണം കേട്ടോ. ഇത് പ്രിയൂർ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല മാമ്പഴമാണ്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇത് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 3 മാമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള 3 മാമ്പഴമാണ്. പായസത്തിന് നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇത് നെയ്യിൽ കുറേയൊക്കെ അലിഞ്ഞ് അങ്ങോട്ട് ചേർന്നോളും. പിന്നെ കുറച്ച് പീസസ് ഇങ്ങനെ ചെറിയ പീസസായിട്ട് തന്നെ കിടക്കും കേട്ടോ. ബാക്കി നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ്സ് കേട്ടോ നന്നായിട്ടൊന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര എടുത്തിട്ടുള്ളത് 350 ഗ്രാംസ് ആണ് കേട്ടോ. അപ്പോൾ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അവിലും മാമ്പഴവും ശർക്കര പാനിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിക്കാക്കി നല്ല തിക്ക് ഒരു വരട്ടിയെടുക്കില്ലേ നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവിൽ ചേർത്തപ്പോൾ തന്നെ അത് നന്നായിട്ട് തിക്കായിട്ടോ. അതിൻ്റെ ശർക്കര പാനിയൊക്കെ വറ്റി നല്ല തിക്ക് രൂപത്തിലത് ആയിട്ടുണ്ട്. നല്ലൊരു വരട്ടിയ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നാളികേരം 2 നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒറ്റൊരു പാലായിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് മിൽക്കില്ല അതിൻ്റെ ഒരു നല്ല തിക്ക് രൂപത്തിൽ വരുന്ന നാളികേരത്തിൻ്റെ പാല് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞ് ഇതങ്ങ് വറ്റി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്നൊരു പാകമാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ പായസം ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഏലക്കയുടെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇരിക്കുന്നതോറും ഇത് കട്ടിയാവും. അപ്പോൾ നമുക്കൊന്ന് തിളച്ചിട്ട് അതിലേക്ക് ആദ്യത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫസ്റ്റ് നല്ല തിക്കായിട്ടുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടിയും ചേർത്ത് കൊടുക്കാം. ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നല്ല തിക്കായിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പായസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ടുള്ള മാമ്പഴ പ്രഥമൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.